ആണോ? ഇന്നലെ ഉറങ്ങിയില്ലേ? ഇന്നലെ ഉറങ്ങിയില്ലേ? പട്ടി ഓടിച്ചോ? പട്ടി ഓടിച്ചോ? പട്ടി വന്നോ? അയ്യോ, പട്ടി വന്നു. എന്റെ ദൈവമേ, കൊച്ചിനെ പിടിച്ചു തിന്നു. അയ്യോ, അതാ വരുന്നു. അയ്യോ, പട്ടി വന്നു. എന്റെ മക്കളെ, ഞാനൊരു കഥ പറയാം. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു വീട്ടിൽ 2 ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗിന്റെ പേര് ടൈഗർ എന്നും ഷാനാസ് എന്നും അമ്മു എന്നും ആയിരുന്നു. അമ്മുവും ടൈഗറും അടുത്ത വീട്ടിൽ 6 മണിക്ക് ഇറങ്ങി വരും. അങ്ങനെ ഒരു പാവം പൂച്ചക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ പൂച്ചക്കുട്ടിയുടെ പേരാണ് ഞങ്ങളുടെ കുഞ്ഞമ്മിണി. അപ്പം മക്കളെല്ലാവരും ഈ കഥ കേൾക്കണം. ആ പാവം പൂച്ചക്കുട്ടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ആ 2 ഡോഗും കൂടെ വന്നിട്ട് അതിനെ ഓടിച്ച് വലിയൊരു മരത്തിന്റെ മുകളിൽ കയറ്റും. സ്ഥിരം 6 മണി 6:30 ആ നായ്ക്കുട്ടികൾ ഇവിടെ വരും. അങ്ങനെ ഓടിച്ചോടിച്ച് ആ പൂച്ചക്കുട്ടിക്ക് ഭയങ്കര പേടിയായി. ആ നായ്ക്കള് വരുന്നത് അതിന്റെ കുഞ്ഞിനെ കാണാനാണെന്ന് ഈ പൂച്ചക്കുട്ടിക്ക് അറിയില്ല. അങ്ങനെ ഈ പൂച്ചക്കുട്ടി വിശന്ന് ദാഹിച്ച് പാവം വെള്ളം പോലും കിട്ടാതെ മ്യാവൂ 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 എന്നും പറഞ്ഞ് പെരയ്ക്ക് വട്ടം ഓടും. പട്ടികൾ അപ്പോൾ ഓർക്കും, എവിടുന്നോ വന്നൊരു പൂച്ചക്കുട്ടിയാണ്, അതിനെ കടിച്ചു മുറിക്കാം എന്നോർത്ത് അതിനെ ഓടിക്കും. അപ്പോൾ അത് ചങ്കിടിപ്പോടു കൂടി അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ് വലിയൊരു മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും. അത് ഒരു കാരണവശാലും താഴെ ഇറങ്ങുവാൻ ആ നായ്ക്കൾ സമ്മതിക്കില്ല. താഴെ ഇറങ്ങിയാലോ അതുങ്ങളെ അവര് രണ്ടും കൂടെ കൂടി ഈ പൂച്ചക്കുഞ്ഞിന്റെ കഥ കഴിക്കും. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് പോയി പിടിക്കാനും വയ്യ. മനുഷ്യരുടെ അത്രയും ഏകദേശം കുഞ്ഞു മനുഷ്യന്മാരെ കഴിഞ്ഞും വലിപ്പമുള്ള 2 ഡോഗുകളാണ്. അതുങ്ങൾ കടിച്ചാൽ എന്ത് ചെയ്യും? അയ്യോ കഷ്ടം, ആ പൂച്ചയുടെ കഥ കഴിയും. അപ്പം വിശന്നിരിക്കുക തന്നെ വഴി. അങ്ങനെ ആ നായ്ക്കുട്ടിയുടെ ഉടമ 6 മണിക്ക് ജീപ്പുമായി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നായ്ക്കുട്ടികൾ ഒറ്റ ഓട്ടമാണ്, ജീപ്പിലേക്ക് കയറിപ്പോവും. അപ്പോഴും ഇവൾ ഓർക്കും, ഇപ്പൊ വരും എന്നെ പിടിക്കും, ഇപ്പൊ വരും എന്നെ പിടിക്കും. അങ്ങനെ പാവം ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കും. അതിനിടയ്ക്ക് നായി വന്ന് പിടിക്കും പിടിക്കും എന്നുള്ള ഭയത്താല് അത് കിടന്നിങ്ങനെ മയങ്ങും. ഉറക്കവുമില്ല, ചങ്കിടിപ്പോട് കൂടി ഇങ്ങനെ കിടക്കും. അങ്ങനെ 12 മണിക്ക് ഇറങ്ങി വന്ന് വിശന്ന് 12 മണിക്ക് ഇറങ്ങും. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്ന് കുഞ്ഞേ മോളെ വായോ എന്ന് വിളിക്കും. അവൾ അപ്പോൾ അനങ്ങാതെ അവിടെ ഇരിക്കുവേ. 12:30 വരെ നോക്കും ഇവന്മാര് വരുന്നുണ്ടോന്ന്. എന്നിട്ട് പതുക്കെ 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 സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മുടെ കതകിന്റെ അവിടെ വന്നിട്ട് കിട്ടോ 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 എന്ന് പറഞ്ഞ് കൊട്ടും. എന്നിട്ട് പിന്നെ ഒളിഞ്ഞു നോക്കും, പട്ടി വരുന്നുണ്ടോ പിടിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് കൈ ഇങ്ങനെ നീട്ടി വെച്ചാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കും കൈ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇരിക്കും.
ഇങ്ങനെ കൈ, എങ്ങനെ ഇരിക്കുന്ന കൈ പൊന്നു കാണിച്ചു കൊടുത്ത, ഇങ്ങനെ കൈ, എങ്ങനെ കൈ ഇരിക്കുക, ഇങ്ങനെ. എന്നിട്ട് ഞങ്ങളോട് കാറിക്കൊണ്ട് പറയും പാല് കൊടുക്കാൻ. ഞങ്ങൾ പാല് കൊടുക്കും. പാലും കൊടുത്ത് ചോറും കൊടുത്ത് ഇറച്ചിയും കൊടുത്ത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ പാവത്തിന് ഉറക്കമാണ് 2 മണിയാവുമ്പോൾ. ഇപ്പൊ 3 മണിക്കൂറേ ഉറങ്ങുള്ളൂ. അപ്പോഴത്തേക്കും അവന്മാരിപ്പോൾ ഇനി വരും. അതുവരെ ഞാനൊന്ന് ഉറങ്ങട്ടെ, നീ എന്തൊരു ശല്യവാ, എന്നെ ഉറക്കാനും സമ്മതിക്കുകയല്ല ഇല്ലേ, ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് അവളിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാന് അവളെ ഒന്ന് ഉറക്കട്ടെ കേട്ടോ, പാവമാണ്. ഓക്കേ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ. ഇതാണ് അവസ്ഥ. ഓക്കെ. അപ്പൊ കൂട്ടുകാർ കഥ കേട്ടില്ലേ? അടുത്ത കഥയുമായി ഞാൻ നാളെ വരുന്നതായിരിക്കും. അപ്പം എല്ലാ കുഞ്ഞുമക്കൾക്കും ടാറ്റ, ബൈ ബൈ. ഓക്കേ ഓക്കെ ഇവിടുത്തെ മോനെ, ടാറ്റ ബൈ ബൈ. കടിച്ചാൽ അടിക്കും. ഓക്കെ. ഓക്കെ പറഞ്ഞേ. ഓക്കെ.